വീണ ജോർജ് എന്നാണോ കാലെടുത്ത് കുത്തിയത് അതോടെ ആരോഗ്യ വകുപ്പ് അനാരോഗ്യ വകുപ്പായി. പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. മിക്കവാറും ഇവർ 8 മാസം കൊണ്ട് ഇനി മന്ത്രിയായി ഇരുന്നാൽ അത് മോർച്ചറിയിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ച് ഒഴിഞ്ഞു പോവുക. പിന്നെ മന്ത്രിയുടെ ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊക്കെ കുളമാക്കും. നമ്മൾ കേട്ടിട്ടുള്ള ചിലർ തൊട്ടതൊക്കെ പൊന്നാക്കുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുളമാക്കും. ഇവര് വാർത്ത വായിച്ച ചാനലിന്റെ ഡെഡ് ബോഡി പോലും ഇന്ന് കേരളത്തിലില്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചേർന്നപ്പോഴേക്ക് ആ പാർട്ടിയുടെ കണ്ടകശനി തുടങ്ങി. ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പുമാക്കി. ഇനി 8 മാസം കൂടി ഒരു ഈ സ്ഥാനത്ത് ഇരുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് മാത്രം നോക്കിയാൽ മതി. സർക്കാർ ആശുപത്രിയിൽ 2 കാലിൽ നടന്നു പോയാൽ മൂക്കിൽ പഞ്ഞി വെച്ച് വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഞാൻ ഇന്നലെ ചില CPM MLA പറയുന്നത് കേട്ടു, പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക, സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ MLA ചോദിക്കട്ടെ, അമേരിക്കയിലെ മയോ ക്ലിനിക്ക് കേരള ഗവൺമെന്റിന്റെയാണോ? മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിലല്ലേ? ആ ക്ലിനിക്ക് സംസ്ഥാന സർക്കാരിന്റെയാണോ? ഈ മുഖ്യമന്ത്രിയല്ലേ കുറെ നാൾ മുമ്പ് പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ മുമ്പിൽ ബെൻസ് കാർ വന്നു നിൽക്കുന്നു, മികച്ച ചികിത്സയാണെന്ന്? ഞാൻ ചോദിക്കുന്ന തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് UDF സർക്കാർ അന്ന് 2ാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് തുടങ്ങിയത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് 100 സീറ്റുകൾ അവർ സാങ്ഷനാക്കി. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം, ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം, പഠിക്കേണ്ട ക്ലാസ് മുറികൾ ഉണ്ടാവണം. അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി വെച്ചാൽ മെഡിക്കൽ കോളേജ് ആവില്ല. ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി പൂട്ടിച്ചവരാണ്. കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ഫോട്ടോ കണ്ടു ഞാൻ. ആ മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പൊ ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ്.